ഹലോ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്, ഞാൻ ഷുഹൈബ് സെയ്ദ് മുഹമ്മദ്, ഐ സൊല്യൂഷൻസ് കരിയർ സെൻറ്ററിൻ്റെ ഡയറക്ടറാണ്. ഓൾ ഇന്ത്യ MBBS BDS കൗൺസിലിംഗ് നടക്കുകയാണ്. MCCയുടെ വെബ്സൈറ്റിൽ ജൂലൈ 22 മുതൽ 28 വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള സമയം. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഓൾ ഇന്ത്യ MBBS BDS കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള വെബ്സൈറ്റായ www.mcc.ac.in ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ മുൻ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ, അതിൽ നിന്നും അധികമായി വന്ന 1-2 കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതായത് ഇതിൻ്റെ ഒരു ഫീസ് പേയ്മെൻറ്റ്, കൗൺസിലിങ്ങിൻ്റെ ഫീസായിട്ടുള്ള OBC SC/ST വിഭാഗങ്ങൾക്കുള്ള 5500 രൂപയും ജനറൽ കാറ്റഗറിക്കുള്ള 11,000 രൂപയും കൂടാതെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്കുള്ള 2 ലക്ഷം രൂപയും നിങ്ങൾ ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഈ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഈ 3 ഓപ്ഷനുകളാണ് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത്. ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നാളെ നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ട, അതല്ല അഡ്മിഷൻ ലഭിച്ചില്ല എങ്കിൽ തിരിച്ച് കൃത്യമായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുവാൻ വേണ്ടിയിട്ടാണ് ആദ്യം നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് രജിസ്ട്രേഷൻ സമയത്ത് ചോദിക്കുന്നത്. അവിടെ നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്കൗണ്ടിൻ്റെ ബാങ്ക് പാസ്ബുക്ക്, അതല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത ഒരു ചെക്ക് ലീഫ്, ഇതിൻ്റെ സ്കാൻഡ് കോപ്പി അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി വന്ന ഒരു പുതിയ കാര്യമാണ്. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബ്രാഞ്ച്, ഇത്തരം കാര്യങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ പാസ്ബുക്കിൻ്റെയോ അതല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത ചെക്ക് ലീഫിൻ്റെയോ കോപ്പി കൂടി നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയൂ. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി പേയ്മെൻറ്റിലേക്ക് പോകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 ഓപ്ഷനുകളാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്: ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്. ഇതിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ മിക്ക ആളുകൾക്കും ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ ഇല്ലാത്ത ആളുകളായിരിക്കും കൂടുതലും. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും നിങ്ങൾ പേയ്മെൻറ്റിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് സക്സസ് ആവാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ ബാങ്കുകളെല്ലാം ഈ ഡെബിറ്റ് കാർഡുകൾ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമായ ഇ-കോം ട്രാൻസാക്ഷൻ ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. ഓൺലൈൻ ഫ്രോഡ് പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് ഇ-കോം ട്രാൻസാക്ഷനുകളെല്ലാം എല്ലാ ബാങ്കുകളും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് സക്സസ് ആവുന്നില്ല എങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കാർഡിൻ്റെ ഇ-കോം ട്രാൻസാക്ഷൻ, നിങ്ങളുടെ അക്കൗണ്ടിൽ ഇ-കോം ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്യാൻ ബാങ്കിൽ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പല ആളുകളും പറയാറുണ്ട്, കാർഡ് ഉപയോഗിച്ചിട്ട് എത്ര ചെയ്തിട്ടും പേയ്മെൻറ്റ് ചെയ്ത് സക്സസ് ആവുന്നില്ല. അതിന് കാരണം ഇതാണ്: നിങ്ങളുടെ അക്കൗണ്ടിൽ ഇ-കോം ട്രാൻസാക്ഷൻ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയാത്തത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇ-കോം ട്രാൻസാക്ഷൻ ആക്റ്റീവ് ആയതിനു ശേഷം മാത്രം നിങ്ങളുടെ സ്വന്തം ATM കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂ. കാരണം നാളെ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് റീഫണ്ട് വരുമ്പോൾ അത് ആരുടെ അക്കൗണ്ടിൽ നിന്നാണോ പേയ്മെൻറ്റ് ചെയ്തത് അവരിലേക്കായിരിക്കും അത് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് ഓൺലൈൻ സെൻറ്ററുകളിലോ അക്ഷയ സെൻറ്ററുകളിലോ ഉള്ള അവരുടെ പേയ്മെൻറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം എൻട്രൻസ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കൂടുതൽ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എൻട്രൻസ് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്ന, കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്ന മറ്റു സുഹൃത്തുക്കൾക്കും വീഡിയോ നിങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായിട്ട് വേണമെങ്കിലും നിങ്ങൾ ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.